ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു ത്രില്ലർ സർവൈവൽ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹണ്ടിങ് എമ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവി ഞാൻ കണ്ടു തീർത്തപ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. വേറെ ഒന്നുമല്ല, ഈ മനുഷ്യൻ്റെ ഉള്ളിലും ഈ മൃഗം ഉണ്ടെന്ന് പറയുമല്ലോ, അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ആ ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ ഈ ഒരു മൂവിയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അതുപോലുള്ളൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 6 പേരുടെ മുന്നിൽ അത് ഒരു മരുഭൂമിയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടി. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാണ്ട് ശ്രമിക്കും. അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ ഒരു മൂവി പറയുന്നത്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും ത്രില്ലടിച്ച് കാണാൻ പറ്റിയൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രം മതി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള എമയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണ്. അതുപോലെ താൻ പഠിപ്പിക്കുന്ന ആ ഒരു കുട്ടികൾക്ക് തൻ്റെ ക്ലാസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനിയുള്ള 2-3 ദിവസം എന്തായാലും ക്ലാസ് ഉണ്ടാവത്തില്ല, കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു 2-3 ദിവസം നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് വരുമ്പോൾ അവളുടെ ഒരു സുഹൃത്തുണ്ട്. അവൾ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ഈ ഒരു ബാഗ് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു ബാഗും ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു വലിയ ഗോഡൗൺ, അതിനകത്ത് നിന്നും ഒരു വാനിനകത്തേക്ക് ഒരുപാട് പെട്ടികൾ ഇങ്ങനെ കയറ്റാണ്. ആ ഒരു പെട്ടിക്കുള്ളിലെ മയക്കുമരുന്നാണ്. അങ്ങനെ അതെല്ലാം പെട്ടികളായിട്ട് കയറ്റുന്നതും ഒരു സ്നൈപ്പർ തൂക്കം കൊണ്ടെടുത്ത് നിൽപ്പുണ്ട്. അതാണ് ഇവരുടെ ബോസ്. അതുപോലെ ഇവർ മൊത്തത്തിൽ 6 പേരുണ്ട്. അങ്ങനെ ഈ ഒരു പെട്ടി മുഴുവൻ വണ്ടിയിൽ കയറ്റി 2 വണ്ടിയിലായിട്ട് ഇവരിങ്ങനെ പോവാണ്. അപ്പോൾ മുന്നിൽ പോകുന്നത് ഒരു വാനാണ്. ആ ഒരു വാനിൽ ഡ്രൈവറായിട്ടുള്ള ഒരുത്തൻ, അവനാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ജോലിക്ക് വരുന്നത് തന്നെ. പുറകിൽ എന്ത് കാര്യമാണ് കൊണ്ടുപോകുന്നതെന്ന് അവന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അത്രയും പേടി, പോലീസിൽ പിടിക്കപ്പെടോ ഇല്ലയോ എന്ന്. അതേസമയം ഇത് കണ്ട ആ ഒരു ബോസ് ആണെങ്കിലും അവനോട് പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ നീ തന്നെ ഞങ്ങളെ പിടിപ്പിക്കുമെന്നാണല്ലോ. പോലീസ് വന്നാൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അതേസമയം തന്നെ ഈ ഒരു റോഡിലൂടെ തന്നെ നമ്മുടെ ഹീറോയിനും വരുന്നുണ്ട്. വരുന്ന വഴിക്ക് അവളുടെ അച്ഛനെ വിളിച്ചിട്ട്, ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീട്ടിലെത്തും. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും വഴക്കിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഒരിടത്ത് നിർത്തി അവനോട് ഇപ്പോൾ സംസാരിക്കണോ വേണ്ടോ എന്നെല്ലാം കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് അവസാനം ശരി നിന്നോട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് മെസ്സേജും അയച്ച് അത് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് ഒരു പോലീസുകാരൻ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഈ സാൻഡ്വിച്ച് എല്ലാം ഇങ്ങനെ കഴിക്കാണ്. അങ്ങനെ ഇത് കഴിക്കാമെന്നും പറഞ്ഞ് വായിലേക്ക് എടുത്തു വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് ദൂരം നിന്നും ഈ ഒരു വാൻ ഇങ്ങനെ വരുന്നതും ഈ ഒരു പോലീസുകാരൻ അത് കണ്ട് ഈ ഒരു ഫുഡ് എടുത്ത് താഴെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെന്ന് കൈ കാണിച്ച് അതങ്ങ് നിർത്തുകയാണ്. ഇതുകൂടി കാണുന്നതും ആ ഒരു ഡ്രൈവർ പയ്യനുണ്ടല്ലോ, അവന് നല്ലതുപോലെ പേടിയായിട്ട് നല്ലതുപോലെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ഇത് കണ്ട ആ ഒരു ബോസ് ആണെങ്കിലും നിർത്ത് വെറുതെ ടെൻഷൻ അടിക്കാതെ ഞാൻ എന്തായാലും സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഈ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അപ്പൊ ആ ഒരു പോലീസുകാരനായാലും ശരി നിന്റെ ലൈസൻസ് എടുക്കാൻ പറയുമ്പോൾ ഇവനായാലും ആ ഒരു പേടി കാരണം പെട്ടെന്ന് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കാണ് ലൈസൻസ്. അപ്പോഴേക്കാണ് ആ ഒരു ബോസ്, എടാ നിന്റെ പോക്കറ്റിൽ തന്നെ ഇരിപ്പുണ്ട്, എടുത്തു കൊടുക്കാൻ പറയുന്നതും അവൻ ആ ഒരു ലൈസൻസ് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പോലീസുകാരൻ ഇവനോട് പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനെല്ലാം മറുപടി പറയുന്നത് ആ ഒരു ബോസാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, അതെ ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ഇവനോടാണ് ചോദ്യം ചോദിക്കുന്നത്, ഇവൻ പറയട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരൻ സംസാരിക്കുമ്പോൾ ഈ ഒരു ബോസിനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേസമയം ആ ഒരു ഡ്രൈവർ ആണെങ്കിലോ അവനാണെങ്കിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ഇവരുടെ പുറകെ വരുന്ന ബാക്കി 3 പേരുണ്ട്, സോറി അതിൽ 4 പേരുണ്ട്. അപ്പോൾ ആ പുറകെ സീറ്റിലിരിക്കുന്ന 2 പേര് അനിയനും ചേട്ടനുമാണ്. മുന്നിലിരിക്കുന്നവനാണെങ്കിൽ പറയും, ഓക്കെ നമുക്ക് പതിയെ പോയാൽ മതി, അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാമെന്നും പറഞ്ഞ് ഇവരും പതിയെ തന്നെ വരുന്നു. അതേസമയം ഈ ഒരു ഡ്രൈവർ പയ്യന്റെ കയ്യിലേക്ക് അവന്റെ ലൈസൻസ് ഉണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവന്റെ കൈയാണെങ്കിൽ കിടുകിടാന്ന് വിറയ്ക്കുന്നു. ഇത് കണ്ട ഒരു പോലീസുകാരൻ, അല്ല നിനക്കെന്ത് സംഭവിച്ചേ? ഇല്ല സാർ ഒന്നുമില്ല, വണ്ടിയിൽ എന്താ കൊണ്ടുപോകുന്നേ? ഇല്ല വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്, എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ നല്ല സംശയമുണ്ട്, ശരി പുറത്തേക്ക് വാ ഒന്ന് തുറന്നു കാണിക്കാൻ പറയുമ്പോൾ അതേസമയം പുറകിലെ അവരാ ഒരു വണ്ടിയിൽ വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു പോലീസുകാരനെ വിളിച്ച് സാർ ഇവിടേക്ക് ഒന്ന് വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ബോസ് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു തൂക്കം എടുത്ത് ഈ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ പോലീസുകാരൻ ഇത് കണ്ട് തോക്കെടുക്കുന്നതും പുറകിൽ വന്നവരും പോലീസുകാരനെ നേർക്കിങ്ങനെ തോക്ക് ചൂണ്ടുമ്പോൾ പോലീസുകാരൻ പേടിച്ചിട്ട് സാർ എന്നെ ചെയ്യരുത് എന്നും പറഞ്ഞ് ആ ഒരു തോക്കും താഴെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതിലൊരുത്തൻ പുറകിലൂടെ വന്ന് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് ഈ ഒരു പോലീസുകാരനെ എടുത്ത് നേരെ ആ ഒരു വാനിന്റെ പുറകിലേക്ക് ഇട്ടിട്ട് അവന്റെ മുഖത്ത് തലയിൽ ഒരു തുണിയും ഇട്ട് നല്ലതുപോലെ അവിടെ വെച്ച് ഇടിച്ച് അത് കഴിഞ്ഞ് ആ ഒരു വാൻ അടച്ചിട്ട് ഇവന്മാർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു റോഡിൽ നിന്നും മറ്റൊരു വഴിയുണ്ട്, അതിലെ ആദ്യം ആ ഒരു വാൻ പോവും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആ ഒരു കാറ്,
പിന്നെ വേറൊരുത്തൻ ആ ഒരു പോലീസ് വണ്ടി എടുത്ത് പുറകെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ഒരു 3 വണ്ടികൾ അതിലെ പോയതിനു ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിനും അതേ വഴിയിൽ തന്നെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഹീറോയിനായാലും ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മുന്നിൽ ഒരു ആമയെ കാണുന്നു. അതാണെങ്കിലും പതിയെ അഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ആമയെ എടുത്ത് മറ്റേ വശത്തേക്ക് കൊണ്ടാക്കും. എന്നിട്ട് വീണ്ടും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് അവള് പോകുന്നതും ഇവിടെ ഇവന്മാരെ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ആ ഒരു പോലീസുകാരനെയും കൊണ്ട് അവരുടെ ഒരു സ്ഥലമുണ്ട്. മൊത്തം മരുഭൂമി തന്നെയാണ്, പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഗേറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് വന്ന ആ ഒരു പോലീസുകാരനെ വെളിയിലേക്ക് ഇറക്കി ഇവരെന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് പെട്ടെന്ന് വീണ്ടും വണ്ടി സ്റ്റോപ്പായിട്ട് നിൽക്കാണ്. ബോണറ്റിൽ നിന്ന് നല്ല രീതിയിൽ പുകയെല്ലാം വരുന്നുണ്ട്, കാരണം എഞ്ചിൻ നല്ലതുപോലെ ചൂടായിപ്പോയി. അപ്പൊ അവളായാലും സഹായം ചോദിക്കാനായിട്ട് ഈ ഒരു മരുഭൂമിയിൽ ഒരൊറ്റ മനുഷ്യരെ പോലും കാണുന്നില്ല. ഫോൺ എടുത്ത് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റേഞ്ച് ഇല്ല. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇപ്പോൾ ഇവന്മാരുടെ ആ ഒരു ഗേറ്റുള്ള സ്ഥലം ഉണ്ടല്ലോ അതിനടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതേസമയം ഇതിനകത്ത് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ചുറ്റി നിന്നിട്ട് ഈ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ആ ഒരു ബോസ് ഡ്രൈവറിന്റെ അടുത്തേക്ക് വിളിച്ചിട്ടാണ് പറയുന്നത്, ഇതിനെല്ലാം കാരണം നീയാണ്, അതുകൊണ്ട് ഈ ഒരു പ്രശ്നം തീർക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ തോക്ക് കൊടുക്കുന്നു. അവനാണെങ്കിൽ തോക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വിറച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ ആ ഒരു ബോസ് പറയും, ശരി ദേ ആ ഒരു കല്ലിലേക്ക് നോക്കി ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ അടുത്തുള്ള വലിയൊരു പാറയിലേക്ക് നോക്കി അവനിങ്ങനെ 2 തവണ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, ശരി ഇനി ഈ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യാൻ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ശബ്ദം കേട്ടിട്ട് എന്തായാലും വണ്ടിക്ക് പ്രശ്നമായി, അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് കയ്യിലൊരു കുപ്പിയോ എടുത്ത് വെള്ളം എടുക്കാൻ വേണ്ടി അവൾ ആ ഒരു വശത്തേക്ക് നടന്നു ചെല്ലും. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബോസ് ആണെങ്കിൽ ഇവനോട് ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവൻ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ ആ ഒരു ബോസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ തിരിച്ച് നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവും എന്നെല്ലാം പറഞ്ഞ് ഇവരെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഇവൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഇതൊന്നും ചെയ്യരുത്. അവൻ ഒരുപാട് കെഞ്ചുമ്പോഴത്തേക്കും ഇതൊന്നും കേൾക്കാതെ ആ ഒരു ഡ്രൈവർ പയ്യനാണെങ്കിലോ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പോലീസുകാരൻ താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് ഇത് നമ്മുടെ ഹീറോയിൻ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടു. പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു കുപ്പി ഉണ്ടല്ലോ അത് നേരെ താഴേക്ക് വീണ് പൊട്ടുന്നതും ഇവന്മാർ 6 പേരും ആ ഒരു കാര്യം കാണുകയും ചെയ്യുന്നു. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം നിൽക്കുന്നില്ല, നല്ല വേഗതയിൽ തന്നെയാണ് ഓടുന്നത്. ഇത് കണ്ട അവന്മാരാണെങ്കിലോ പുറകെ തന്നെ വരുന്നുണ്ട്. ഹീറോയിൻ ആയാലും പേടി കാരണം നല്ല രീതിയിൽ ഓടിയിട്ട് ഇവന്മാർ പുറകെ തന്നെയുണ്ട്. ഓടി ഒരവസരത്തിൽ ഇവന്മാർ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ച് അതിലെ താടിക്കാരൻ ഒരു കത്തി കൊണ്ടുവന്ന് ഹീറോയിനോട് പറയും, സത്യം പറയും നീ ആരാ, എന്തിനാ ഇവിടെ വന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആയാലും നടന്ന കാര്യം പറയും, തന്റെ വണ്ടി കേടായതുകൊണ്ട് വെള്ളം എടുക്കാൻ വന്നതാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വേറെ ആരും വന്നിട്ടില്ലല്ലോ, നിന്റെ കൂടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല എന്നെല്ലാം പറയുന്നതും ഇവന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അവിടെയാണെങ്കിൽ 6 പേരുണ്ട്, ഹീറോയിൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഹീറോയിൻ ആയാലും ഒരുപാട് കരഞ്ഞ് പറയുന്നുണ്ട് എന്നെ വിടാനായിട്ട്, പക്ഷെ അവന്മാർ കേൾക്കുന്നില്ല. സത്യത്തിൽ ഈ ഒരു സീൻ മൂവിയിൽ ഈ ഒരു സൗണ്ട് ഉൾപ്പെടെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെ തോന്നും. അപ്പോൾ ഇവന്മാരായാലും അതൊന്നും കാര്യമാക്കാതെ ഹീറോയിനെ നേരെ ഇവരുടെ നടുക്കിലേക്ക് കൊണ്ടിടുകയാണ്. എന്നിട്ടിപ്പോൾ നമ്മുടെ ഹീറോയിനെ എന്ത് ചെയ്യണമെന്ന് ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ തീരുമാനിക്കുകയാണ്. ആ ഒരു സമയം നോക്കി ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവനായാലും പതി എഴുന്നേക്കുന്നു. വേറെ ഒന്നുമല്ല, ഇവൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ ഷോൾഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ എഴുന്നേൽക്കുന്നത് നമ്മുടെ ഹീറോയിൻ കാണുന്നതും പോലീസുകാരൻ പതി ഹീറോയിൻ നോക്കിയിട്ട് മിണ്ടരുതെന്നിങ്ങനെ കാണിക്കും. എന്നിട്ട് അവൻ ഇഴഞ്ഞിഴഞ്ഞി അവൻ്റെ കാറിലേക്ക് കയറി ഇങ്ങനെ പോവാണ്. അതേസമയം ഇവർ 6 പേരും കൂടി ചേർന്നിട്ട് തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ 6 പേരും ഓരോരുത്തരായിട്ട് പോയിട്ട് ഹീറോയിനെ റേപ്പ് ചെയ്യാം എന്നിങ്ങനെ തീരുമാനം എടുത്ത് ഇപ്പോൾ 6 പേരിൽ ആരാണ് ആദ്യം പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അതിൽ ആ ഒരു സഹോദരങ്ങളുണ്ടല്ലോ അതിൽ ആ ഒരു അനിയൻ, അവൻ്റെ പേര് ജയ് എന്നാണ്, അവൻ പറയും ഞാൻ തന്നെ പോവാന്ന്. അപ്പം തന്നെ മനസ്സിലായി കൂടുതലെ ഏറ്റവും വലിയ കാമഭ്രാന്തൻ ഇവനാണെന്ന്. അത് കഴിഞ്ഞ് അവൻ നേരെ ഹീറോയിനെ പിടിച്ചിട്ട് വലിച്ചെടുത്ത് അവിടെ ഒരു ഇരുമ്പ് പൈപ്പുണ്ട്, അതിനകത്തേക്ക് ഇവളുടെ 2 കൈയും വിലങ്ങിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അത് വെച്ച് അവളുടെ ഡ്രസ്സ് വലിച്ചങ്ങ് കീറാണ്. ഇവൻ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് വിടാനായിട്ട്. എന്നിരുന്നാലും അവൻ കേൾക്കത്തില്ല. അങ്ങനെ അവനായാലും ഹീറോയിനെ റേപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പോലീസുകാരനുണ്ടല്ലോ അവനിപ്പോൾ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ പോകുന്നതും ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇവരെല്ലാവരും ആ ഒരു കാറിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ജയ് എന്ന് പറഞ്ഞ അവനാണെങ്കിലും അവനെ പിടിക്കാനുള്ള ആ ഒരു അവസരത്തിൽ അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, അത് നേരെ താഴെ വീണ ഒരു ബാഗും താഴെ ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടി ആ ഒരു കാറിന്റെ പുറകെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ചുറ്റി വളഞ്ഞു നിന്ന് പോലീസിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ ആ ഒരു പോലീസുകാരെ നിർത്താതെ പോവും. അപ്പോൾ ഇവർ പുറകെ തന്നെ പോയിട്ട് അപ്പോൾ ഇവരായാലും പുറകെ ഓടിച്ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പോലീസുകാരൻ വണ്ടി നിർത്താതെ അവിടെ നിന്ന് നല്ല വേഗതയിൽ പോകുന്നതും ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു ബോസ് ഉണ്ടല്ലോ അവൻ്റെ കയ്യിലാണ് ഇത് സ്നൈപ്പർ ഇരിപ്പുണ്ട്. അവൻ ഇപ്പോൾ കുറച്ച് ഉയരമുള്ള ഒരു ഭാഗത്തേക്ക് കയറി നിന്ന് ഈ ഒരു പോലീസുകാരനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ബാഗ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവന്മാരാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു വരാൻ തുടങ്ങി. അതുപോലെ അവളുടെ കൈ വിലം കിട്ടത് കൊണ്ട് തന്നെ
കാലുകൊണ്ട് എത്തി ഈ ഒരു ബാഗ് ഒരു വിധത്തിൽ വലിച്ചടുത്തേക്ക് എടുക്കും. കാരണം ആ ഒരു ബാഗിലായിരുന്നു ഇതിന്റെ കീ ഉള്ളത്. അങ്ങനെ ആ ഒരു കീ എടുത്ത് ഇവൾ ആ ഒരു ലോക്ക് അഴിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് വരുമ്പോൾ ആ ഒരു കത്തി കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു കത്തി എടുത്ത് കയ്യിലേക്ക് വെച്ച് അവിടെ നിന്ന് പുറകിലേക്കൊരു മലയുണ്ട്, അതിനടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അതേസമയം ഇവിടെ ആണെങ്കിലോ യുവമാര് നേരെ ഈ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട് പോലീസുകാരൻ മരിച്ചില്ലെന്ന് നോക്കുമ്പോൾ അവന്റെ തലയിലാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു പോലീസുകാരൻ മരിച്ചുപോയി. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇവന്മാരുടെ ആ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്ന് അവളുടെ കാറിനടുത്തേക്ക് വന്നിട്ട് കാറിനകത്ത് നിന്ന് കുടിക്കാനായിട്ട് ഒരു കുപ്പിയും അതേപോലെ തന്നെ പുറകിലത്തെ ആ ഒരു ഡോർ വന്ന് അതിനകത്തൊരു ബാഗ് ഉണ്ടല്ലോ ആ ഒരു ബാഗും എടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഓടി ഈ ഒരു മരുഭൂമിയിൽ മറ്റൊരു വേലിയുണ്ട്, ആ ഒരു വേലിയും ചാടിക്കടന്ന് അവൾ ആ ഒരു വശത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. അതേസമയം ജയ എന്ന് പറഞ്ഞ അവളെ റേപ്പ് ചെയ്യാനായിട്ട് വന്നല്ലോ, അവൻ ഇപ്പോൾ ഓടി തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ കാണുന്നില്ല. അങ്ങനെ ഇവനായാലും ആകെ ദേഷ്യപ്പെട്ട് തിരിച്ച് ഇവരോട് വന്ന ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ബോസ് പറയുന്നത്, ഒരു പെണ്ണിനെ പോലെ നേരെ ചൊവ്വേ നോക്കാൻ കഴിയുന്നില്ല, കീ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നു എന്നും പറഞ്ഞ് ഇവനെ വഴക്ക് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവന്മാർ ആ ഒരു കാറും എടുത്ത് ഇപ്പോൾ ഹീറോയിനെ അന്വേഷിച്ച് പോവാണ്. അതേസമയം ഇവിടെ ഹീറോയിന്റെ അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാടായിട്ടും ഹീറോയിൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നതെന്ന് അറിയത്തില്ല. അതുമല്ല ഹീറോയിൻ അയാൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോണിൽ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് അതും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛന് നല്ല പേടിയുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ആ ഒരു മലയുടെ മുകളിൽ ഒരു പാറയുടെ അടിയിൽ വന്നിരുന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾ നല്ലതുപോലെ കരയുന്നു. കുറെ നേരം ഇരുന്ന് കരഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്നില്ല ഇങ്ങനെ നോക്കാണ്. ആ ഒരു സമയം ഇവിടെ ഹീറോയിന്റെ വണ്ടിയുടെ അടുത്ത് കാണിക്കുമ്പോൾ യുവമാരെല്ലാവരും കൂടി അവിടേക്ക് വന്നിട്ട് അവളുടെ പാസ്പോർട്ട് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് ഹീറോയിൻ ആരാണ്, അവളുടെ പേരെന്താണ്, അവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം യുവമാർ മനസ്സിലാക്കി. അതുമല്ല കാറിന്റെ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പൊ എങ്ങോട്ടാണ് പോയതെന്ന് ആ ഒരു കാൽപ്പാടുണ്ടല്ലോ അത് കണ്ട് ഈ ഒരു കാര്യം അവന്റെ ബോസിനോട് വിളിച്ചു പറയും. അപ്പൊ അവന്മാരാണെങ്കിലും മറ്റൊരു വശത്ത് ഇങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു ഡ്രൈവർ പയ്യൻ ഈ ബോസിനോട് പറയുന്നത്, എനിക്ക് ഒരു മരുഭൂമിയിൽ പോയി വേട്ട ചെയ്ത നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് അവൾ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ അത് മനസ്സിലാക്കുന്നതും അവനെ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവൻ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു വേലി കടന്നു പോയല്ലോ ആ ഒരു വഴി വരെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവരെല്ലാവരും ആ ഒരു വേലിയും ചാടിക്കടന്നിങ്ങനെ പോവാണ്. അതുപോലെ ഇവന്മാർ അവിടേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു കാറിന്റെ പുറകില് ഈ ഒരു കാറിന്റെ ടയറിന്റെ പാട് അതേപോലെ തന്നെ അവൾ നടന്നുപോയ ആ ഒരു കാൽപ്പാട് ഇതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്, നിൽക്കുന്നില്ല. കാരണം എത്രയും വേഗം ഓടാൻ കഴിയുമോ അത്രയും വേഗം ഓടിയേ പറ്റൂ. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവൾ ഒരിടത്തിരുന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാൽപ്പാട് കാണുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും കാൽപ്പാട് ഫോളോ ചെയ്ത് അവർ പുറകെ വരും എന്ന് മനസ്സിലായി ഹീറോയിൻ ഇപ്പോൾ ഈ പുല്ലുള്ള ഭാഗത്തോടെ ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ ആ ഒരു പുറകെ വരുന്ന ഡ്രൈവർ പയ്യനാണെങ്കിൽ ഹീറോയിൻ എവിടെ പോയാലും കണ്ടുപിടിക്കും. അതുകൊണ്ട് അവന്മാരും കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്ക് അവന്മാർ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു മലയുടെ മുകളിൽ പാറയുടെ അടിയിൽ വന്നിരുന്നല്ലോ അവിടെ കണ്ടുപിടിച്ചു. എന്നിട്ട് വീണ്ടും താഴേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ റോഡ് സൈഡിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ആള് കാർ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഹീറോയിന്റെ വണ്ടി റോഡിൽ കിടക്കുന്നത് കണ്ടിട്ട് അവന്റെ കാർ അവിടെ നിർത്തി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ വണ്ടിക്കകത്ത് ആരുമില്ല. അതുപോലെ മുൻവശമെല്ലാം തുറന്നു വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ വണ്ടിക്ക് എന്തോ പ്രശ്നം വന്നിട്ട് ഇവിടെ നിർത്തിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ കാറിന്റെ ഡോർ തുറന്ന് അകത്തുള്ള ആ ഒരു പാസ്പോർട്ട് എടുത്ത് ഹീറോയിന്റെ പേര് മനസ്സിലാക്കി ഇപ്പോൾ ഹീറോയിന്റെ പേരിങ്ങനെ വിളിക്കാണ്. യമാ യമാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ആരും വരുന്നില്ല. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിലും ഇപ്പോൾ ഓടി ആ ഒരു പുല്ലെല്ലാം കഴിഞ്ഞ് കുറച്ച് ഉയരമുള്ളൊരു ഭാഗത്തേക്ക് വന്നിട്ട് അവളുടെ ബാഗ് അവിടെ ഇട്ട് അതിനകത്തൊരു ബൈനോക്കുലർ ഉണ്ട്. അത് വെച്ച് ഇവന്മാർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് തന്നെ അവന്മാരുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയിന് മനസ്സിലായി അവളുടെ കാൽപ്പാട് നോക്കിയിട്ടാണ് ഇതെങ്ങനെയെങ്കിലും തെറ്റിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ പല ദിശയിലേക്ക് അവൾ നടന്നു പോയതായിട്ട് ഈ കാൽപ്പാടുകൾ ഇങ്ങനെ ഉണ്ടാക്കും. കുറച്ച് മുന്നിലേക്ക് നടക്കും, അത് കഴിഞ്ഞ് വീണ്ടും പുറകിലേക്ക്, ഇങ്ങനെ പല ദിശയിലായിട്ട് നടക്കുമ്പോൾ അവന്മാർ എന്തായാലും കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ചെയ്തിട്ട് ഹീറോയിൻ അവിടെ നിന്ന് വീണ്ടും പോവാണ്. അതേസമയം ആ ഒരു ഡ്രൈവർ പയ്യനാണെങ്കിൽ ഹീറോയിൻ ഇപ്പോൾ റോഡിൽ നിന്നും പുല്ല് വഴി പോയല്ലോ ആ ഒരു കാര്യം വരെ കണ്ടുപിടിച്ചിട്ട് അത് ഇവരോട് പറഞ്ഞ് അങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. ഇവിടെ ആ ഒരു വയസ്സായിട്ടുള്ള പൂവനെ കാണിക്കുമ്പോൾ ഹീറോയിന്റെ കാറിൽ നിന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് കുറെ ദൂരെയായിട്ട് വന്ന് വണ്ടി നിർത്തി ഇപ്പൊ ആ ഒരു ഫോണിൽ നിന്നും ഹീറോയിന്റെ അച്ഛനെ വിളിക്കാണ്. അപ്പോൾ ഇയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഹീറോയിന്റെ അച്ഛൻ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ വരുന്ന വഴിക്ക് നിങ്ങളുടെ മകളുടെ കാറ് റോഡിൽ കിടക്കുന്ന കണ്ടു, അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല, പിന്നെ ഫോൺ മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളെ വിളിച്ച് പറയുന്നു പറഞ്ഞത്, ഞാൻ ഈ ഒരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനായാലും ശരി ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പുറപ്പെടുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ കുറച്ച് ഉയരുള്ള ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നല്ല ദാഹമുണ്ട്. കുറേ ദൂരേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കിണർ അവൾ കാണുന്നുണ്ട്. ഓക്കെ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു വശത്തേക്ക് വരുന്നതും ഇപ്പോൾ ഹീറോയിൻ നേരത്തെ വന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൂടി വരികയാണ്. അതുപോലെ ഇവൾ പോകുന്നതിന് മുന്നേ ആ കാൽപ്പാടുകൾ പല ദിശയിലാക്കി മാറ്റിയിട്ടാണല്ലോ അവൾ പോയത്. അത് കണ്ട് ഇവർക്ക് എല്ലാവർക്കും കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുന്ന ആലോചിക്കുന്ന നിൽക്കുമ്പോഴത്തേക്കാണ് അതിലൊരുത്തം പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 പേർക്കും
രണ്ടുപേരായിട്ട് തിരിഞ്ഞ് ഈ 3 ദിശയിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്ത് ഇപ്പം 6 പേരും 3 ദിശയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സഹോദരങ്ങളുണ്ടല്ലോ, അവർ രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് ഹീറോയിന്റെ കാൽപ്പാടിങ്ങനെ കാണുന്നതും പെട്ടെന്ന് അതിൽ ജയുടെ സഹോദരനുണ്ടല്ലോ, അവനിപ്പോൾ ആ ഒരു ബോസിനെ വിളിച്ച് കാര്യം പറയാന്ന് പറയുമ്പോഴത്തേക്കും ജയ് പറയും, ഏയ് ഇപ്പോൾ എന്തായാലും ചെയ്യണ്ട, നമുക്ക് എന്തായാലും ഇത് കൺഫേം ചെയ്തിട്ട് അവരെ വിളിച്ചാൽ മതി എന്നും തീരുമാനിച്ച് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. അതേ സമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു കിണറിനടുത്തേക്ക് വന്നിട്ട് നല്ല ദാഹമുണ്ട്, അതുകൊണ്ട് അവിടെ വെള്ളമുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഒരു സഹോദരങ്ങളുണ്ടല്ലോ, അവരിപ്പോൾ കുറച്ച് മുകളിലേക്ക് വന്ന് ഹീറോയിനുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോഴും ആ ഒരു ചേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു ബോസിനെ വിളിച്ച് കാര്യം പറയാന്ന് പറയുമ്പോൾ ജയ് എന്ന് പറഞ്ഞ ആ ഒരു സഹോദരൻ, ഇല്ലല്ല ഇപ്പൊ എന്തായാലും പറയണ്ട, നമുക്ക് അവളെ പിടിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് അവനിങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, ഇവൻ ഹീറോയിനെ ആദ്യം തന്നെ റേപ്പ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. അതേസമയം ഇവിടെ റോഡിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛനാണെങ്കിലും ആ ഒരു വയസ്സായിട്ടുള്ള അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ഹീറോയിന്റെ ആ ഒരു കാറിനടുത്തേക്ക് നടന്നു വരും. അതുപോലെ ആ ഒരു കാറിന്റെ അടുത്ത് നിന്ന് കാൽപ്പാടുകളൊക്കെ മാറ്റിയിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ അവിടെ നിന്നും ഒരു 6-7 പേരുടെ കാൽപ്പാടുകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഹീറോയിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇത്ര പേര് എന്തായാലും ഉണ്ടാവും, എൻ്റെ മകൾക്ക് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാമ പിശാചുണ്ടല്ലോ, അവൻ പുറകെ നടന്നു വന്ന ആ ഒരു തോക്ക് കാണിച്ച് ഹീറോയിനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ തോക്കുള്ളത് കൊണ്ട് ഹീറോയിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവളും പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലോ ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു കുപ്പിവെള്ളം ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അതെടുത്ത് അവന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവന്റെ ചേട്ടനാണെങ്കിലും മുകളിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അവനെന്തോ ഇതിലോട് താല്പര്യം ഇല്ലാത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ജയ് ആയാലും ആ ഒരു വെള്ളം എടുത്ത് കുടിച്ചിട്ട് അവൻ അത്രയും സന്തോഷം. അവനാണെങ്കിലും പതിയെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് ആ ഒരു തോക്ക് കാണിച്ച് അവളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ കരഞ്ഞു പറയുന്നുണ്ടോ ഒന്നും ചെയ്യരുതെന്ന്. എന്നിരുന്നാലും ഒട്ടും മനസാക്ഷിയില്ലാതെ അവനാണെങ്കിൽ അവളുടെ മുഖത്തെല്ലാം ഇങ്ങനെ നാക്കൊണ്ട് നക്കാണ്. അത് കഴിഞ്ഞ് അവളെ ഇങ്ങനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഹീറോയിനായാലും ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞ് അവസാനം അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു കത്തിയുണ്ടല്ലോ, അതെടുത്ത് അവന്റെ വയറിലേക്ക് ഒരു 2-3 കുത്ത്. അങ്ങനെ കുത്തി ജയ് എന്ന് പറഞ്ഞ അവനെ കൊന്ന് താഴെയിടും. ഓക്കെ, എന്തായാലും നല്ല കാര്യം, അവൻ അങ്ങനെ തന്നെ വേണം. അതേസമയം അവന്റെ ചേട്ടനാണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് ഈ ഒരു കാര്യം കാണുമ്പോൾ തന്റെ സഹോദരനെ അവിടെ കാണാനില്ല, ഹീറോയിനെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവന്റെ ബോസിനെ വിളിച്ചിട്ട് ദേ ആ ഒരു പെണ്ണിന്റെ കൺമുന്നിൽ തന്നെയുണ്ട് എന്നുള്ള കാര്യം അവൻ പറഞ്ഞ് ഇപ്പോൾ ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ചേട്ടനും ഓടി ഇങ്ങനെ വരികയാണ്. അതേസമയം ഹീറോയിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു കത്തിയെല്ലാം കഴുകിയിട്ട് അത് കഴിഞ്ഞ് ഈ ജയുടെ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, ആ ഒരു തോക്കും എടുത്തിട്ട് അവൾ അവിടെ നിന്ന് വീണ്ടും ഓടിപ്പോവും. അതേസമയം ഇവനാണെങ്കിലോ ഓടി അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ അനിയൻ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട് അവൻ നല്ലതുപോലെ കരഞ്ഞ് അലറി വിളിച്ചിട്ട് ഇപ്പൊ ആ ഒരു ദേഷ്യം കാരണം ഇവരോട് ഈ കാര്യം വിളിച്ചു പറയും, ജയ് ഇവിടെ മരിച്ചു കിടക്കാണ്, ഞാൻ എന്തായാലും അവളെ ഫോളോ ചെയ്ത് പോകാൻ പോകണമെന്ന് പറയുമ്പോൾ ഇല്ലല്ല ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ അത് കേൾക്കത്തില്ല. ഇവൻ വേപ്രാളം കാണിച്ച് ഹീറോയിനെ കൊല്ലാനുള്ള ആ ഒരു ദേഷ്യത്തില് ഹീറോയിന്റെ പുറകെ തന്നെ പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ അടുത്തൊരു മലയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇപ്പൊ അതിന് മുകളിലേക്ക് കയറാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ലിൽ പിടിച്ച് ഹീറോയിൻ പതിയെ മലയുടെ മുകളിലേക്ക് കയറി ഇങ്ങനെ കിടക്കും. ഇവിടെ ആ ഒരു കിണറിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബോസും ടീമും അവിടേക്ക് വന്നിട്ട് ജയ് മരിച്ചു കിടക്കുന്നത് കണ്ട് അവരും പെട്ടെന്ന് അത്ഭുതപ്പെടുകയാണ്. ഇവിടെയാണെങ്കിലോ ആ ഒരു ചേട്ടനുണ്ടല്ലോ, അവനിപ്പോ ഹീറോയിൻ കയറിയ ആ ഒരു മലയുടെ താഴെ കൂടെ നോക്കി ഇങ്ങനെ നടന്നു പോകുന്നതും ഹീറോയിൻ മുകളിൽ നിന്നൊരു കല്ലെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയേറ് അവന്റെ ബോധം പോയി അവൻ താഴെ വീഴും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ പതിയെ താഴേക്ക് ഇറങ്ങി മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഹീറോയിനെ പിടിച്ച് വലിച്ച് താഴേക്കിട്ട് അവന്റെ അടുത്തേക്ക് വലിച്ചെടുത്തിട്ട് അവളുടെ മുകളിൽ കയറിയിരുന്ന് ഹീറോയിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാണ്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ താഴെ കിടക്കുന്ന അവന്റെ തോക്ക് കൈകൊണ്ടെടുത്തിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു തോക്ക് പിടിച്ചു വയ്ക്കും. അങ്ങനെ രണ്ടുപേരും ആ ഒരു തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി കാണിച്ച് അവസാനം ഹീറോയിൻ അവനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. എന്നിട്ട് അവന്റെ തോക്കും എടുത്ത് ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതേസമയം ഇവിടെ അവർ കിണറിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛനുണ്ടല്ലോ ഇവരെ ഫോളോ ചെയ്ത് ഈ ഒരു സ്ഥലത്തെത്തി. അതുപോലെ അവൻ മരിച്ചെടുക്കുന്ന കാണുമ്പോൾ അയാൾക്ക് നല്ല സന്തോഷമുണ്ട്. തന്റെ മകളാണ് ഇത് ചെയ്തതെന്ന് അയാൾക്ക് എന്തായാലും അറിയാം. ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു മലയുടെ താഴെ അവൻ മരിച്ചെടുക്കുന്നിടത്തേക്കും ഇവരെത്തി. അതും കൂടി കാണുന്നത് എന്തായാലും ഹീറോയിനെ വിടരുതെന്ന് ഇവന്മാർ തീരുമാനിച്ചിട്ട് പുറകെ തന്നെ പോവാണ്. ഹീറോയിൻ ആണെങ്കിലോ കുറച്ച് ദൂരെ ഓടിയിട്ട് ഒരു മലയുടെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരമായിട്ട് കുറച്ച് ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ കാണാൻ കഴിയും. അതുമല്ല ബൈനോക്കുലർ എടുത്തിട്ട് തിരിഞ്ഞ് ഇവരെവിടെ എത്തിയെന്ന് നോക്കുമ്പോൾ അവരും കുറച്ച് ഉയരമുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ യുവന്മാരാണെങ്കിലോ ഹീറോയിൻ നിൽക്കുന്നത് കാണുകയും ചെയ്തു. അതിൽ ആ ഒരു ബോസ് ആണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ ഒരു സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് ഹീറോയിൻ അങ്ങനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോയിൻ തിരിഞ്ഞു മറിഞ്ഞ് ഒരു വിധത്തിൽ ഓടി അവിടെ നിന്നും ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ ഹീറോയിൻ എന്തായാലും ആ ഒരു പാറയുടെ അടുത്താണ് ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. അപ്പോഴാണ് അവന്മാരും കാണുന്നത് കുറച്ച് മുന്നിലായിട്ട് ആ ഒരു വീടുള്ളത്. അപ്പോൾ എന്തായാലും അവൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നിലേക്ക് വരുമ്പോൾ ഹീറോയിൻ അവിടെ ഒരു കല്ലിനടുത്തായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇത് ആ ഒരു ബോസ് കണ്ട് അവളുടെ അടുത്തേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്യും.
അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അതേസമയം ബാക്കിയുള്ളവന്മാരാണെങ്കിലോ ഇപ്പോൾ വളഞ്ഞു വളഞ്ഞ് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തായാലും അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുള്ളറ്റിൽ നിന്നും അവൾ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ട് അവിടെയുള്ളൊരു വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അത് പഴയ ഒരു പൊളിഞ്ഞ വീടായിരുന്നു. അപ്പോൾ ആ ഒരു ബോസ് കുറച്ച് ദൂരെയായിട്ടും ബാക്കി 3 പേരും ഈ ഒരു വീടിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിൻ അകത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ എന്തോ മൂർച്ചയുള്ള ഒരു വലിയ കമ്പി പോലെ എന്തോ ഉണ്ട്. അതും കണ്ടിട്ട് ഹീറോയിൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ഇതിൽ ഓരോരുത്തരായിട്ട് പോയി വീടിനകത്തേക്ക് കയറും. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിലോ അവിടെ എല്ലാം കുറെ നേരം ചുറ്റി നടന്ന് അവസാനം തന്റെ കാറും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് വീടിന് വെളിയിൽ ഒരു കസേരയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഹീറോയിൻ വരുന്നതും കാത്ത്. അപ്പൊ തന്നെ അയാൾക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്റെ മകളെ വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലായി. അതേസമയം ഈ ഒരു വീടിനടുത്ത് കാണിക്കുമ്പോൾ അതിലൊരു താടിക്കാരൻ അവനാണെങ്കിൽ ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കി ഒരു റൂമിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അകത്ത് നിന്ന് ഒരു അലറുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു താടിക്കാരനെ ഹീറോയിൻ കൊന്നു അവന്റെ കണ്ണില് ആ ഒരു കമ്പി ഉണ്ടല്ലോ നേരത്തെ കണ്ട അത് വെച്ച് കുത്തിയിറക്കി അവനെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രൈവർ പയ്യൻ അവനിപ്പോ തൂക്കം പിടിച്ചിട്ട് പേടിച്ച് ഈ ഒരു വീടിനകത്തേക്ക് പതി എങ്ങനെ കയറും. ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ പിടിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഇല്ല പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പേടിയാണ്, അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, എന്നെ വെറുതെ വിടണമെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ആയാലും ഓക്കെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഇവനെ വെറുതെ വിടുന്നതും ഈ ഒരു വടുവൻ പെട്ടെന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടം. ഇത് കാണുമ്പോൾ ഹീറോയിൻ വെറുതെ ഇരിക്കോ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ഒരൊറ്റ ഏർ അവന്റെ മുതുകിലേക്ക് അവനും താഴെ വന്ന് വീണു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ബോസ് ഉണ്ടല്ലോ അവൻ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ വീടിനകത്ത് തന്റെ കയ്യിലുള്ള ആ ഒരു തോക്കും വെച്ച് അങ്ങനെ നടന്ന് വരുന്നതും പെട്ടെന്ന് വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവനിപ്പോ ചാടി ഹീറോയിനെ പിടിച്ച് താഴേക്ക് ഇടിച്ചിട്ടിട്ട് നല്ലതുപോലെ ഹീറോയിൻ ഇടിക്കുന്നു. അവിടെയുള്ള ജനാലയിലേക്കൊക്കെ തല കൊണ്ടുവന്ന് ഇടിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ അവിടെയുള്ള കമ്പിയുണ്ട് അതെടുത്ത് അവന്റെ തോളിലേക്ക് ഒരു ഒറ്റക്കുത്ത്. ഇവനാണെങ്കിലും വേദന സഹിക്കാൻ കഴിയാതെ ഹീറോയിൻ ഒരു ഒറ്റയടി അവള് തെറിച്ച് ദൂരേക്ക് വന്ന് വീഴുന്നതും തോക്ക് കാണിച്ചിട്ട് അവളെ കൊല്ലാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ എന്ത് തോന്നിയെന്നറിയത്തില്ല, നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു തോക്കൊന്നും വേണ്ട, എന്റെ ഒരു കൈ മതിയെന്നും പറഞ്ഞ് ആ ഒരു തോക്കെടുത്തെറിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വന്ന് ഹീറോയിൻ ഇടിക്കാണ്. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഹീറോയിൻ ഒരു ടേബിളിന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ നല്ല ഇരുമ്പ് കട്ട പോലെ എന്തോ ഒരു കാര്യം കിട്ടും. അത് വെച്ച് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അടിച്ച് താഴേക്കിട്ട് അവന്റെ മുകളിലേക്ക് കയറി നിന്ന് അവന്റെ തല അടിച്ചങ്ങ് പൊട്ടിക്കുന്നതും അവനും മരിച്ചു. അങ്ങനെ അവനെയും കൊന്ന് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ആ ഒരു ബോസ് ഇപ്പോൾ വെളിയിൽ നിൽക്കുന്ന തോക്കും കൊണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയിൻ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ മുഖത്ത് ആ ഒരു പേടി കാണിക്കാതെ ഇപ്പോൾ അവനോട് പറയും, അല്ല ഇങ്ങനെ വെറുതെ നിന്നിട്ട് എന്ത് ചെയ്യാനാ, ആണാണെങ്കിലേ ഒറ്റയ്ക്ക് വാ, ഞാനിപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറയുന്നതും ഇവനാണെങ്കിലോ ഓ അത്രയല്ലല്ലോ നീ ഒരു വെറും പെണ്ണ് എന്നുള്ള രീതിയിൽ ആ ഒരു തോക്കും എടുത്ത് കളഞ്ഞിട്ട് ചെറിയൊരു തോക്കും അവൻ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കാണ്. ഇപ്പോൾ രണ്ടുപേരുടെ കയ്യിലും തോക്കുണ്ട്. ആരാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അതിലാരാണ് മരിക്കുന്നത് അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അവിടെയാണ് നമ്മുടെ ഹീറോയിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ ഹീറോയിന്റെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ ഹീറോയിന് ആയുധ പരിശീലനം അതേപോലെ തന്നെ അഭ്യാസങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ലാതെ വെളിലോകമാണ്, മനുഷ്യരിൽ നല്ലവരും ഉണ്ടാവും മോശപ്പെട്ടവരും ഉണ്ടാവും, അതുകൊണ്ട് എപ്പോഴും ഇതെല്ലാം നീ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യങ്ങളിൽ ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേരും താഴെ കിടക്കാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ തോളിലാണ് ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളത്. ഹീറോയിൻ പതി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബോസ് ഉണ്ടല്ലോ അവന്റെ നെറ്റിക്ക് തന്നെയാണ് ഹീറോയിൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. അതേസമയം ഇവിടെ ഹീറോയിന്റെ അച്ഛനാണെങ്കിലോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും തന്റെ മകൾ ഇതുവരെയും വരുന്നില്ല. കാണിക്കുമ്പോൾ ഹീറോയിൻ ഞൊണ്ടി വീടിനടുത്ത് ഇങ്ങനെ വരികയാണ്. ഹീറോയിൻ എന്തായാലും രക്ഷപ്പെട്ടു. ഇത് കാണുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളെയും കൊണ്ട് വീടിനകത്തേക്ക് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആ ഒരു വീഡിയോയുടെ കാര്യം പറയാം. അതെവിടെയാണ് നടന്നത്, എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കണ്ട കാര്യം ആ ഒരു വിഷയം എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു റിപ്പോർട്ടർ ഏതോ ഒരു സമരം നടക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ റിപ്പോർട്ടറും ക്യാമറമാനും കൂടി ചെന്ന് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ചുറ്റിനും ഒരുപാട് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് നടുവിൽ ആ ഒരു റിപ്പോർട്ടറായിട്ടുള്ള ലേഡിയും ക്യാമറമാനായിട്ടുള്ള ഒരാളും. അപ്പോൾ ഇവർ രണ്ടുപേരും കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ ഒരു ലേഡിക്കുണ്ടായ ഒരു അനുഭവം അവരൊരു TV ചാനലിൽ വന്ന് ഇങ്ങനെ പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇവരന്ന് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഇവർ അത്രയും ആണുങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ക്യാമറ ഓഫായി പോയി, ബാറ്ററി എല്ലാം തീർന്നിട്ട് എന്തായാലും ഇനി അവിടെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ സത്യത്തിൽ ആ ഒരു ക്യാമറമാൻ ആ ഒരു രാജ്യക്കാരനും റിപ്പോർട്ട് ചെയ്യാൻ വന്ന ലേഡി മറ്റൊരു രാജ്യക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെയുള്ളവർ പറയുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു ആണുങ്ങളായാലും ക്യാമറ ഓഫായെന്ന് മനസ്സിലായതും ഇപ്പൊ ആ ഒരു ലേഡിയുടെ പല ഭാഗങ്ങളിലും തൊടാനായി തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിന് ശേഷമാണ് അവിടെ കൂടി നിന്ന ആണുങ്ങളെല്ലാം എന്താണ് പറഞ്ഞതെന്ന് ആ ഒരു ക്യാമറമാനോട് ഈ ഒരു ലേഡി ചോദിക്കും. സത്യത്തിൽ അവന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
ഈ ഒരു ക്യാമറ ഓഫ് ആയതോടുകൂടി ഇവളെ റേപ്പ് ചെയ്യണം, കൊല്ലണം, ഒരു സ്ത്രീയെ എത്ര മോശമായിട്ട് പറഞ്ഞു കൊല്ലാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ കൂടി നിന്ന് അത്രയും ആളുകൾ സംസാരിച്ചത് എന്നുള്ള കാര്യം ആ ഒരു ക്യാമറമാൻ ഈ ഒരു റിപ്പോർട്ടർ ലേഡിയോട് പറയും. അത് കേട്ട് അവർ സത്യം പറയാൻ ഷോക്കായി പോയി. ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അവർ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഒരു TV ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഈ ഒരു മൂവി കണ്ടപ്പോഴും എനിക്ക് അതേ കാര്യം തന്നെയാണ് ഓർമ്മ വന്നത്. ഇപ്പൊ ഒരു പെണ്ണ്, ഇപ്പൊ ഇതിലെ ഒരു ഹീറോയിൻ തന്നെയാണെങ്കിലും ഒറ്റയ്ക്ക് ആ ഒരു മരുഭൂമിയിൽ അത്രയും ആണുങ്ങളുടെ നടുക്ക് വന്നതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടി ആ ഒരു പെണ്ണെ റേപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് തന്നെ. അതേപോലെ തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴും അത്രയും ആണുങ്ങൾ അവിടെ ഒരുമിച്ച് നിന്നു, നടുക്ക് ഒരു ഒറ്റ പെണ്ണ് മാത്രം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിപ്പോർട്ടർ ആയിട്ടുള്ള ലേഡിയെ അവർ അത്രയും മോശമായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും നല്ലവരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ മോശം ആളുകളും ഉണ്ടാവും. സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സേഫായിട്ട് ഓരോരുത്തരോടും സൂക്ഷിച്ച് പെരുമാറേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണായാലും പെണ്ണായാലും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.